മരണം ഉറപ്പായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. മയ്യിത്തിന്റെ കൺപോളകൾ അടക്കണം. വായ തുറന്നിട്ടുണ്ടെങ്കിൽ അടക്കുകയും തുറക്കാതിരിക്കാൻ കീഴ്ത്താടിക്കടിയിലൂടെ ഒരു ശീല കൊണ്ട് തലയിലേക്ക് ഒരു കെട്ട് കെട്ടുകയും ചെയ്യുക. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين جنات عدن يدخلونها تجري تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. ഇരു കൈകളും കാലുകളും ഉഴിഞ്ഞ് മടക്കി നേരെ മലർത്തിക്കിടത്തുക. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. കാലുകൾ ചലിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം തുണി കൊണ്ട് രണ്ട് കാൽപാദങ്ങളിലെയും തള്ളവിരലുകൾ കൂട്ടിക്കെട്ടുക. ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. മയ്യത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ളവ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റാവുന്നതാണ്. വയർ വീർത്തു പൊങ്ങാതിരിക്കാൻ ആവശ്യമെങ്കിൽ ചെറിയ ഭാരം വയറിന്മേൽ വെക്കാവുന്നതാണ്. എല്ലാ മയ്യത്തുകൾക്കും അത് വേണ്ടിവരില്ല. തടി കൂടിയവർക്കും ആരോഗ്യാവസ്ഥയിൽ പെട്ടെന്ന് മരണപ്പെട്ടവർക്കും ആവശ്യമായി വന്നേക്കാം. കുളിപ്പിക്കുന്നതുവരെ മയ്യത്തിനെ മൂടിയിടുക. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ അയാളുടെ തലയും മുഖവും മറക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. മയ്യത്തിനെ കിബിലക്ക് അഭിമുഖമായിട്ടാണ് കിടത്തേണ്ടത്. ഒരാൾ മരിച്ചുവെന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടതാണ്. ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. മയ്യത്തിന്റെ കടബാധ്യത വേഗം തീർക്കുക. സത്യവിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന് വേണ്ടിയത് വീട്ടുന്നതുവരെ.